പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ 29-ാം തീയതി ഓഗസ്റ്റ് 29-ന് നമ്മൾ വേളാങ്കണ്ണി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാളിന് കൊടി കയറ്റി നമ്മൾ തിരുനാൾ ആരംഭിച്ചു. ഇന്നു മുതൽ 7-ാം തീയതി വരെ 9 ദിവസം നവനാൾ ഒരുക്ക പ്രാർത്ഥനകളാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ഈ 9 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം, 1-ാം ദിവസം നമ്മൾ പ്രത്യേകമായി സമർപ്പിക്കുന്ന കുട്ടികളെയാണ്. മറിയം കുഞ്ഞുങ്ങളെ നയിക്കുന്ന പ്രകാശമാണ്. അവരുടെ പാതകളെ സ്നേഹത്തിലും ജ്ഞാനത്തിലും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. ഈ വിഷയം നമ്മൾ ഇന്നത്തെ വിചിന്തനത്തിനെടുക്കുമ്പോഴും കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരെ സമർപ്പിക്കാം. അവർക്ക് പ്രാർത്ഥിക്കാവുന്നൊരു കാര്യമാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോയുണ്ട്. മാതാവ് ഇങ്ങനെ ഉടുപ്പിന് മറയില്ല, മാതാവിൻ്റെ സാരിക്കുള്ളിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കാം. ചോദിച്ചാൽ തരും. അമ്മയുടെ കയ്യിരിക്കുന്ന കുഞ്ഞിന് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഒരു പക്ഷേ സെപ്റ്റംബർ 8-ന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നാലോ? അത് ഈശോയാ ചോദിക്കുന്നത്, ഈശോയാ. ഇനി കുഞ്ഞുങ്ങളുള്ളവരെ, പഠിക്കുന്ന മക്കളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ് ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈ വചനം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കളെയും പഠിപ്പിക്കുക. ഈ വചനം പറഞ്ഞിട്ട് എൻ്റെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാവുന്നൊരു കാര്യമാണ്, ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ എൻ്റെ മക്കളെ ഈശോയുടെ ചൈതന്യം കൊണ്ട് നിറക്കണമേ. അങ്ങനെ ഈശോയെ വളർത്തിയ പരിശുദ്ധമ്മേ എൻ്റെ മക്കളെയും വളർത്തണമേ. ഇത് പ്രാരംഭത്തിൽ പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളെ തരണേ എന്ന് പ്രാർത്ഥിച്ചും, മക്കളുള്ളവർ മക്കളെ ഈശോയുടെ ചൈതന്യം കൊണ്ട് നിറക്കണമേ. പരിശുദ്ധമ്മേ എൻ്റെ മക്കളെ ഈശോയെ വളർത്തിയ പോലെ വളർത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നമ്മുടെ മക്കളെല്ലാവരും, നാട്ടിലുള്ളവരെയും വിദേശത്തുള്ളവരെയും എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങേ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന്റെ മാതാവിൻ്റെ മാധ്യസ്ഥ്യത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 61-ാം അധ്യായം. വിമോചനത്തിൻ്റെ സദ്വാർത്ത. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ശക്തരായവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് വേളാങ്കണ്ണി ഈ തീർത്ഥാടനം കേന്ദ്രം നവനാൾ ആചരണം നടത്തുമ്പോൾ അതിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ ഒന്നാം ദിവസം നേരുകയാണ്. അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതായത് ബൈബിളിൽ പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും, അങ്ങനെ 73 പുസ്തകങ്ങൾ. ബൈബിളിൽ 73 പുസ്തകങ്ങൾ, പഴയ നിയമത്തിൽ 46, പുതിയ നിയമത്തിൽ 27. ഇത് കാനോനിക്കലായിട്ട് അംഗീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. നമ്മൾ മറ്റു വിഭാഗക്കാരുടെ ബൈബിളിൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളെ കാണുള്ളൂ. പ്രത്യേകിച്ച് പെൻഡക്കോസ്റ്റൽ ബൈബിളിലും 39 പുസ്തകങ്ങളെ പഴയ നിയമത്തിൽ കാണുകയുള്ളൂ. ഇപ്പോൾ റോമൻ അല്ലെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭ ഈ പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. ഇനി ഇത് കൂടാതെ ചില പുസ്തകങ്ങളുണ്ട്, അത് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനൊരു പുസ്തകമാണ് ജെയിംസിൻ്റെ പ്രോട്ടോ എവങ്കേലിയം ഓഫ് ജെയിംസിൻ്റെ പ്രഥമ സുവിശേഷം. അങ്ങനെ പുസ്തകമുണ്ട്. അതിൽ മറിയത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമ്മളിന്ന് കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് ഈ നവനാളിൻ്റെ ഒന്നാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ ബാല്യകാലം, മറിയത്തിൻ്റെ മാതാപിതാക്കളായ അന്നയും ജോവാക്യമും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അവരിങ്ങനെ പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാണ് മറിയം. അപ്പം ഒരുപക്ഷെ അവർ നേർന്നിരിക്കണം. സാമുവലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ അന്ന സാമുവലിന് വേണ്ടി പ്രാർത്ഥിച്ച് നേർന്ന് കാത്തിരുന്നത് പോലെ, സാമുവലിൻ്റെ ഒന്നാം പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളൊരു നേർന്നു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത്. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഇത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗമാണ്. 1 സാമുവേൽ 1-ാം അധ്യായം 1 മുതൽ 20 വരെ ബെഡ്റൂമിലിരുന്നൊന്ന് വായിച്ചു നോക്കി. ഇതിൻ്റെ ഒരു അഭിഷേകം ചിലപ്പോൾ നിറയും. 20-ാമത്തെ വാക്യം, ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. അപ്പോൾ ഈ അന്നയും ജോവാക്യമും പുതിയ നിയമത്തിൽ നമ്മുടെ ഈശോയുടെ അപ്പൂപ്പനും അമ്മുമ്മയുമായ അന്നയും ജോവാക്യം അവർ മറിയമെന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാമെന്ന് നേർന്നു. ആ ഒരു സംഭവം ഈ ജെയിംസിൻ്റെ പ്രഥമ സുവിശേഷമെന്ന അപ്പോക്രിഫൽ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അത് നമ്മളതൊരു തിരുനാളായിട്ട് ആചരിക്കുന്നുമുണ്ട്. നവംബർ 21-ാം തീയതി മറിയത്തിൻ്റെ സമർപ്പണ തിരുനാളാണ്. ദേവാലയത്തിൽ മറിയത്തെ കൊണ്ട് സമർപ്പിച്ചു. ഈശോയെ സമർപ്പിക്കുന്ന തിരുനാൾ ഫെബ്രുവരി 2-ആണ്. ഫെബ്രുവരി 2 ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന തിരുനാൾ ഫെബ്രുവരി 2-ആണ്. മറിയത്തിൻ്റെ മാതാപിതാക്കൾ സമർപ്പിച്ച തിരുനാൾ നവംബർ 21-ആണ്. അപ്പം അവരുടെ ഒരു സമർപ്പണം ഒന്ന് ചിന്തിച്ച് എത്ര സുന്ദരമാണ്. പഴയ നിയമത്തിലെ അന്ന സാമുവലിനെ സമർപ്പിച്ചതുപോലെ, സാമുവൽ ഉണ്ടായാൽ ദേവാലയത്തിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞതുപോലെ, ഇവിടെ നമ്മൾ കേരളത്തിൽ പറയുന്ന ഒരു രീതിയാണ് അടിമ സമർപ്പണം. ഇപ്പം ഇവിടെ പലരും അച്ഛന്മാരെന്നോട് ചോദിച്ചു, മറ്റു ഭാഷകളിലുള്ള അച്ഛന്മാർ, മലയാളികൾ വന്നിട്ട് അടിമ വെക്കുവോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. അങ്ങനൊരു കാര്യം ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിലാണത് ഉള്ളത്.
യഥാർത്ഥത്തിൽ അടിമ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് മാത്രമല്ല. അടിമയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന് പ്രതിഷ്ഠിച്ചോളാം എന്നാണ്. ചില ആളുകൾ അതിനെ പ്രതീകാത്മകമായിട്ട് പള്ളിയിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരിടത്തും പോകാതെ അവിടെ ഇരുന്ന് അടിമയിരുന്ന് പ്രാർത്ഥിക്കും. അതാണ്, അങ്ങനെ അടിമ വെച്ചോളാമെന്ന് നേർന്നു. നമുക്കങ്ങനെ കൊച്ചുങ്ങളെ അങ്ങനെ നേരാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് ജീവിതകാലം മുഴുവൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ, അതാണ് എൻ്റെ ഒരു സെക്കൻഡ് അച്ഛൻ്റെ പ്രാർത്ഥന മാത്രമല്ല അടിമ സമർപ്പണം. അങ്ങനെയല്ല, അത് മാത്രമല്ല, അത് അപ്പം തന്നെ തീരും. ഒരു സെക്കൻഡ് കൊണ്ട് അത് തീരും. ഒരു സെക്കൻഡ് കൊണ്ട് തീരുന്ന സമർപ്പണമോ? ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട സമർപ്പണമല്ലേ? മക്കളെ ദൈവം തന്ന മക്കളല്ലേ, നമ്മുടെ കഴിവുകൊണ്ടുണ്ടായതല്ലോ, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മക്കൾ. സങ്കീർത്തനം 127:3 കർത്താവിന് ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ദൈവത്തിൻ്റെ സമ്മാനമാണ് മക്കൾ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് അവർക്കറിയാം, ഒരു കൊച്ചില്ലാത്തതിൻ്റെ വിഷമം അവർക്കറിയാം. കുഞ്ഞുങ്ങളുള്ളവർക്ക് സ്വാഭാവികമായി ആ സമയക്രമത്തിൽ കുഞ്ഞുങ്ങളുണ്ടായവർക്ക് ചിലപ്പോൾ അതിൻ്റെ വില മനസ്സിലായിട്ടുണ്ടാകിയല്ല. കാത്തിരുന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളവരുടെ വിഷമവും അതിനവർ കൊടുത്തിട്ടുള്ള വിലയും. മക്കളെ വളർത്തുക, വിദ്യാഭ്യാസം കൊടുത്ത പ്രാർത്ഥനയിൽ വളർത്തുക എന്നത് അത് എഴുതപ്പെട്ട നിയമമൊന്നുമല്ല. അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ തല്ലാനൊന്നും വരില്ല. പക്ഷേ അത് കടമയാണ്, എഴുതപ്പെടാത്ത അലിഖിത നിയമമാണത്. മക്കളെ വളർത്തണമെന്നുള്ളത്, മക്കളെ വളർത്തണം. അത് അങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം സൂക്ഷിക്കുക. അപ്പം മറിയം ഇങ്ങനെ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട നാൾ മുതൽ വിശുദ്ധ ഗ്രന്ഥ പഠനം മറിയം നടത്തിയിരുന്നു. വിശുദ്ധ ഗ്രന്ഥ പഠനം അത് മറിയത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥ പഠനം മറിയം നടത്തിയിരുന്നു. കാരണം ചെറുപ്പം മുതൽ ദേവാലയത്തിലല്ലേ. ഇനി മറിയം മക്കളുടെ പ്രകാശം, ജ്ഞാനത്തിലും സ്നേഹത്തിലും മക്കളെ വളർത്തുന്നതിനുള്ള മക്കളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് മറിയമെന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ മറിയത്തിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളെ മക്കൾക്ക് വേണം. ഇന്ന് മക്കൾ രാത്രി നന്നായിട്ടൊന്നും ഉറങ്ങിയില്ല. കാരണം അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. മാതാപിതാക്കൾ അറിയില്ല, അവർക്ക് സെപ്പറേറ്റ് മുറികളൊക്കെ ഉണ്ടാവും. അവരങ്ങനെ മുറിയിലേക്ക് പോകും, അവരിങ്ങനെ കുറേ നേരം ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഉറങ്ങുന്നത് ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ മക്കൾ ഉറങ്ങണം. എന്നാൽ നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ ബ്രെയിനിന് നല്ല റെസ്റ്റ് കിട്ടുകയുള്ളൂ. ബ്രെയിനിന് റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ ബുദ്ധിശക്തി, ഓർമ്മശക്തി, പ്രസൻസ് ഓഫ് മൈൻഡ്, അതായത് പഠിക്കുമ്പോൾ മനസാന്നിധ്യം ഉണ്ടാകുക. ഇപ്പോൾ നമ്മൾ പലരും പറയാറില്ല കുർബാന സമയത്ത് പല വിചാരമാണെന്ന്. അത് ചിലപ്പോൾ യാത്രാക്ഷീണമുള്ളത് കൊണ്ടായിരിക്കാം. യാത്രാക്ഷീണമുള്ളവർ ഇരിക്കുമ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നല്ല അലർട്ടായിട്ട് പഠിക്കാൻ സാധിക്കണമെങ്കിൽ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. മറിയത്തിന് ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ വന്നപ്പോഴും, ഗബ്രിയേൽ ദൂതൻ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണല്ലോ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. സംശയം ചോദിക്കുന്ന കണക്ക് ഒരു കുഞ്ഞിനെ പോലെ മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ. ചോദിക്കണം. അറിയാത്ത കാര്യങ്ങൾ അധ്യാപകരോട്, മാതാപിതാക്കളോട് ചോദിച്ച് പഠിക്കണം. അറിയാത്തത് ഊഹിച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ മറിയം ഗബ്രിയേൽ മാലാഖയോട് ചോദിച്ചു. അപ്പോൾ ഗബ്രിയേൽ മാലാഖ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ ഉടനെ ഞാൻ വീട്ടിലെ അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ട് പറയാം. അങ്ങനെയല്ല. ആ സമയത്ത് ചില കുഞ്ഞുങ്ങളുണ്ട് ബ്ലസ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും അവർ വളരെ അലർട്ടാണ്. മാതാപിതാക്കൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുമ്പോഴും കുട്ടികൾ ചിലപ്പോൾ ആ സമയത്ത് നല്ല അലർട്ടാണ്. അത് പ്രസൻസ് ഓഫ് മൈൻഡാണ്. ചിലപ്പോൾ അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഗുഡ് മോർണിംഗ് ഫാദർ, ബൈ ഫാദർ എന്നൊക്കെ പെട്ടെന്ന് തന്നെ പറയും അവർ. അത് അവരുടെ സ്പോണ്ടേനിറ്റിയാണ്. അതാണ് മറിയത്തിൻ്റെ ഗുണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറഞ്ഞത് അത് മറിയത്തിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. പഠിക്കുന്ന മക്കൾക്ക് പഠിക്കുന്ന സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മളിപ്പോൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടുക്കളയിലെ കഞ്ഞിയും കറിയും വെക്കുമ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മൾ എന്താ ചെയ്യുന്നത് ആ കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം. മറിയം മാലാഖയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ മാലാഖയുടെ മുമ്പിൽ മറിയത്തിന് നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. പല വിചാരമല്ല, ശ്രദ്ധ വേണം. അതാണ് കുരിശിൻ്റെ ചുവട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ, കുരിശിൻ ചുവട്ടിലേക്ക് നടക്കുമ്പോഴും കുരിശിൻ ചുവട്ട് നിൽക്കുമ്പോഴും ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴും മറിയത്തിന് ശ്രദ്ധയുണ്ടായിരുന്നു. മറ്റുള്ളവർ അപ്പോസ്തലന്മാര് ശിഷ്യന്മാർ ഓടിമറിഞ്ഞപ്പോഴും മറിയത്തിന് നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. മറിയത്തിന് നല്ല മനക്കരുത്തുണ്ടായിരുന്നു. മറിയം അത് നമുക്ക് വേണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മനക്കരുത്ത് വേണം. അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോവും. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റുകയില്ല. പഠിക്കാതെ
അത്ര കണ്ടങ്ങൊന്നും ഇല്ല. ആർക്കാ എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുന്നത്? അപ്പം അത്ര കണ്ടങ്ങൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ പരീക്ഷ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പാനിക്കായി പോകാതെ ആ സിറ്റുവേഷനിൽ അതിന് ഉചിതമായ രീതിയിൽ അതിന് പ്രത്യുത്തരം കൊടുക്കാൻ, അതിന് ആൻസർ എഴുതി വയ്ക്കാൻ അത് സാധിക്കും. മനക്കരുത്തുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക ശക്തിയാണ് മനക്കരുത്ത്. അത് മറിയത്തിനുണ്ടായിരുന്നു. കുരിശിൻ്റെ വഴിയിലൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ? സ്വന്തം മകൻ കുരിശിൻ ചുമന്നുകൊണ്ട് പാടുപീടകളേറ്റിങ്ങനെ നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുമോ? അങ്ങനെ മറിയം നടന്നുപോയി. അതാണ് മനക്കരുത്ത്, മറിയത്തിൻ്റെ മനക്കരുത്ത്. ഇനിയും നമുക്ക് നല്ല ഹാർഡ് വർക്ക് വേണം. പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കും. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പല വിചാരം ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ കാമുകിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാമുകനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെക്കേഷന് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. പല പല കാര്യങ്ങൾ, കൂട്ടുകാർ വിളിക്കുന്നു, കൂട്ടുകാരെക്കുറിച്ച് ചിന്ത, ഇങ്ങനെ പല പല. ഇനി വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും പഠന സമയം തള്ളി നീക്കിയിട്ട് വൈകുന്നേരം കളിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പല വിചാരം വന്നുകൊണ്ടിരിക്കും. അപ്പം പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. വേറൊന്നും ചിന്തിക്കില്ല, ഹാർഡ് വർക്ക്, നന്നായിട്ടും അധ്വാനിക്കണം. അതാണ് മറിയത്തെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഗബ്രിയേൽ മാലാഖ വന്ന ദിവസം തന്നെ, ആ ദിവസങ്ങളിൽ, ലൂക്ക 1:39, ആ ദിവസങ്ങളിൽ മറിയം തിടുക്കത്തിൽ ഒരു മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. ആ ദിവസങ്ങളിൽ ഇനി ഒരാഴ്ച കഴിയട്ടെ, ഗബ്രിയേൽ മാലാഖ വന്ന് മറുപടിയൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചു പോയി. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് എലിസബത്തിൻ്റെ അടുക്കൽ പോകാമെന്നല്ല. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം. അടുത്ത ദിവസത്തേക്കല്ല മാറ്റിവെക്കേണ്ടത്. അന്നന്ന് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. ആ ദിവസങ്ങളിൽ തന്നെ അന്നന്ന് തന്നെ പഠിക്കണം, അന്നന്ന് തന്നെ. ഇനി നാളെ ഒരാഴ്ച പരീക്ഷ വരെ കാത്തിരിക്കരുത്. പരീക്ഷ വരെ കാത്തിരിക്കുന്ന കുട്ടികൾ മടിയൻ മല ചുമക്കും എന്ന ചൊല്ല് നമുക്കറിയാവുന്നതല്ലേ. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു, മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മലമ്പ്രദേശം കഷ്ടപ്പാടിൻ്റെ കാര്യമാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നത് കഷ്ടപ്പാടാണ്. ഒരു 2 മണിക്കൂർ, ഒരു 4 വിഷയം എടുക്കുക. ഒരു 2 മണിക്കൂർ, അരമണിക്കൂർ വീതം 4 വിഷയത്തെ ഡിവൈഡ് ചെയ്ത് ഒന്ന് പഠിച്ചു നോക്കാം. അരമണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. കാരണം പഠനം ബ്രെയിനിൻ്റെ വർക്കാണ്, നന്നായിട്ട് ടയേർഡാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ അമ്മ എന്നെ പഠിക്കാനൊന്നും വിടണ്ട അമ്മ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ പണ്ടത്തെ തലമുറ പഠിക്കാൻ കഴിയല. കാരണം അത് ഇത്തിരി പാടാണ്. എന്തേലും പണി ചെയ്ത് ജീവിക്കാൻ എളുപ്പമാണ് പഠിക്കുന്നതിനേക്കാൾ. അപ്പം പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ സാധിക്കണമെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് നല്ല ആഗ്രഹമുണ്ടാകണം. ആഗ്രഹം, പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫുൾ A+ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. മറിയത്തിന് കർത്താവിനെ ഉള്ളിൽ കിട്ടിയ കർത്താവിനെ മറിയത്തിന് നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മക്കൾക്ക് ഇല്ലാത്ത കാശൊക്കെ മുടക്കി ഒരു പഠനത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സ് ഞാൻ നന്നായിട്ട് പൂർത്തിയാക്കണമെന്ന് മക്കൾക്ക് ആഗ്രഹം ഉണ്ടാകണം. ചിലപ്പോൾ മക്കളെ പഠിക്കാൻ വിട്ടിട്ട് പ്രണയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉഴപ്പിൻ്റെ പേരിലോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിലോ പഠനം നന്നായിട്ട് പഠിക്കാൻ പറ്റാതായാൽ അപ്പനമ്മയും പറയല, നിനക്ക് വേണ്ടി മുടക്കിയ പൈസ വെറുതെ പോയടാ, നിനക്ക് വേണ്ടി മുടക്കിയ പൈസ വെറുതെ പോയി. മറിയത്തിൻ്റെ ഉത്സാഹം, ഡിസയർ, ആഗ്രഹം, മറിയത്തിൻ്റെ ആഗ്രഹം കൊണ്ട് മറിയത്തിന് കൃപ വീണ്ടും കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത്. അതായത് മറിയത്തിന് പരിശുദ്ധാത്മാവിനെ കിട്ടി, പരിശുദ്ധാത്മാവിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാതെ പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ശുശ്രൂഷയിലേക്ക് മറിയം ഉടനെ പ്രവേശിച്ചു. അതാണ് എലിസബത്തിനെ സഹായിക്കാൻ പോയത്. അതാണ്. അപ്പം ഒട്ടനെ തന്നെ നല്ല ആഗ്രഹം ഉണ്ടാണ്. നമുക്ക് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയാം. നമ്മുടെ കൂട്ടുകെട്ടിലെ പലർക്കും നന്നായിട്ട് പഠിക്കണമെന്നോ നല്ല ഉദ്യോഗം മേടിക്കണമെന്നോ ചിലപ്പോൾ ആഗ്രഹമുണ്ടാകിയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വഴിവക്കിലിരുന്ന വീടിയും വലിച്ചും വായ്നോട്ടവും നടത്തിയിരിക്കുന്ന അപ്പൂപ്പന്മാരൊക്കെ ഇല്ല, ചേട്ടന്മാരൊക്കെ, അവർ പണ്ടും അങ്ങനെ ഇരുന്നവരാ. അവർ പണ്ടും വഴിവക്കിലിരുന്നവരാ. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു PSC പരീക്ഷയുടെ ഒരു നിർദ്ദേശം പോലും ഉണ്ടായിട്ടുണ്ടാകിയല്ല. ഒരു PSC പരീക്ഷയുടെ നിർദ്ദേശം കൂട്ടുകെട്ടിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ നല്ല കൂട്ടുകെട്ടുണ്ടാകണം, നല്ല ആഗ്രഹമുണ്ടാകണം. അതുകൊണ്ടാണ് ഈ ആഗ്രഹം മറിയം ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, ലൂക്ക 1:53, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവം കിട്ടൂ. പന്നിക്കൂട്ടിക്കടന്ന് ധൂർത്തപുത്രന് പോലും പിതാവിൻ്റെ അടുക്കൽ വരണം, അനുഗ്രഹം പ്രാപിക്കണം എന്നൊരു വിശപ്പുണ്ടായി.
എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് നല്ല മാർക്ക് മേടിക്കണം. എൻ്റെ അപ്പനും അമ്മയ്ക്കും പഠിക്കാൻ പറ്റിയില്ല, അവർക്ക് അത്രയും റേഞ്ച് പിടിക്കാൻ പറ്റിയില്ല, എനിക്ക് അവരെക്കാൾ അപ്പുറം എനിക്ക് റേഞ്ച് പിടിക്കണം, അല്ലെങ്കിൽ അത്ര കൂടുതൽ എനിക്ക് അധ്വാനിക്കണം എന്നൊരു ആഗ്രഹം വിശക്കുന്നവർക്ക് വിശിഷ്ടവും കിട്ടും. വെറുതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നവർക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തിന് മുമ്പിൽ സമർപ്പണം നന്നായിട്ട് നടത്തുന്നവർക്ക് നല്ല വിശിഷ്ട വിഭവം കിട്ടും. ഇനി നമ്മൾ മറ്റൊരു കാര്യമാണ്, മറിയം ഇങ്ങനെ സഹായിക്കാൻ പോയല്ലോ, മറിയം സഹായിക്കാൻ പോയി, എലിസബത്തിനെ സഹായിക്കാൻ പോയി. ഈ ഒരു സഹായം നമുക്ക് വേണം, മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം. അത് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ നവനാളിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വചനം മാറ്റി നമ്മൾ വായിച്ചത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കഥ, ഇന്നത്തെ സുവിശേഷം താലന്തിൻ്റെ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 3 കഥകൾ പറയുന്നുണ്ട്. 1 10 കന്യകമാരുടെ കഥ, 2 താലന്തിൻ്റെ കഥ, 3 അവസാന വിധി. നീ ഈ ചെറിയവരിൽ എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്, ഈ ചെറിയവരിൽ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്ന കഥ. അപ്പം അതിൽ ആദ്യത്തെ കഥ നീതിയാണ്, നീതിയെക്കുറിച്ചാണ് ആദ്യത്തെ കഥ പറയുന്നത്. അതായത് പഠിക്കാനായിട്ട് സ്കൂളിൽ കൊണ്ട് ചേർത്ത് പഠിക്കണമെന്നുള്ളത് നമ്മൾ മാതാപിതാക്കളോട് കാണിക്കുന്ന നീതിയാണ്. അവരെ യാത്ര പുറപ്പെട്ടു, വിളക്ക് കയ്യിലെടുത്തു, വിളക്കിലൊഴിക്കാൻ എണ്ണ കൂടി കയ്യിൽ കരുതണ്ടേ, അതാണ് നീതി. പഠിക്കാൻ സ്കൂളിൽ പോയി പുസ്തകമൊന്നും കൊണ്ടുപോകുന്നില്ല, ഒരു നോട്ട് ബുക്ക് മാത്രം പാൻറിൻ്റെ ഇടയിൽ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് നീതിയാണോ? റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകാത്തത് അത് നീതിയാണോ? പഠനത്തോടുള്ള നീതിയാണോ? നീതി. ഇനി 1 താലന്ത് കിട്ടിയവൻ കുഴിച്ചിട്ടു, അത് വിശ്വസ്തനല്ല. ഇല്ല, ചിലപ്പോൾ മക്കളും പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഉഴപ്പി നടക്കുന്നവർ വിശ്വസ്തരല്ല, ഒന്നും കിട്ടില്ല, അവരുടെ ഉള്ളതെന്ന് കരുതുന്നത് പോലും എടുക്കപ്പെടും. അപ്പം വിശ്വസ്തത. ഇനി കാരുണ്യം കാണിക്കണം. ചിലപ്പോൾ അപ്പനും അമ്മയും കാശ് മുടക്കി പഠിപ്പിച്ചതല്ലേ, അവരോടൊരു കാരുണ്യം വേണ്ടേ? ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും അമ്മ എന്തെങ്കിലും പറയുന്നത്, മോനെ ഒരു പാരസെറ്റമോൾ മേടിച്ചോണ്ട് വാടാ, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ എന്ന് പറയുമ്പോൾ, പിന്നെ എനിക്കിപ്പോൾ പഠിക്കാനുണ്ട് എന്ന് പറയരുത്. ആ ഒരു കുഞ്ഞ് സഹായം ചെയ്താൽ അനുഗ്രഹം. ഇനി പഠിക്കുന്ന ചില പിള്ളേർക്ക് പഠനത്തിൽ ചില കുഴപ്പങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഒന്ന് സഹായിച്ചു കൊടുത്താൽ, ചിലപ്പോൾ മാത്തമെറ്റിക്സിനോ ഇംഗ്ലീഷിനോ കെമിസ്ട്രിക്കോ ഫിസിക്സിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക്, സഹപാഠിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കാനായിട്ടുള്ള കഴിവ് നമുക്ക് വേറെ രീതിയിൽ ദൈവം തരും. അപ്പോൾ നമ്മൾ സഹായിക്കണം. ഒരുത്തൻ ഇങ്ങനെ എനിക്കെല്ലാം അറിയാം, മാത്തമെറ്റിക്സ് ഞാൻ സൂപ്പറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരോടും വാതോരാതെ പറഞ്ഞു, ഒരു അവയർനെസ് ഇല്ലാതെ അവന് അങ്ങനെ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് അവൻ എല്ലാവരോടും പറഞ്ഞു നടന്നു. അപ്പോൾ 2 പേര് സഹായം ചോദിച്ചു വന്നു, ഞങ്ങളെയും കൂടി പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു വന്നു. അവൻ നല്ല പഠിപ്പിക്കൽ, നല്ല ടീച്ചർ കളിച്ച് അവസാനം SSLC പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോഴും ആരവൻ്റെ കീഴിൽ പഠിച്ചോ അവർക്ക് നല്ല മാർക്ക്, ഇവന് മാർക്കില്ല. അപ്പോൾ നമുക്കൊരു അവയർനെസ് കൂടി വേണം. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നടക്കരുത്. അതാണ് യഥാർത്ഥത്തിൽ മറിയത്തിൻ്റെ ക്വാളിറ്റി കുട്ടികൾക്ക് വളരെ ഉപകാരമാണ്. നമുക്കതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പഠനമേഖലയും നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. അവരുടെ നല്ല നടത്തിപ്പ്, നല്ല വിശ്വാസത്തിൽ, നല്ല സന്മാർഗ രീതിയിൽ അവർ വളരാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ, നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ, നിൻ സുതനീശോയെ പഠിപ്പിച്ച പോലെ എന്നെയും പഠിപ്പിക്കണേ. ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ നീ വളർത്തി, വിനയത്തിലും വിശുദ്ധിയിലും ഈശോയെ നീ വളർത്തി. അമ്മേ അമ്മേ നിൻ സുതനീശോയെ പോലെ എന്നെയും നന്മയിൽ വളർത്തേണമേ, നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. ലൂക്കാ 2:52 മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ.
വാതുറന്ന് വചനം പറയാൻ പഠിക്കുന്ന അറിയാവുന്ന മക്കൾ ഈ വചനം പഠിച്ച് സ്വയം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ മക്കൾക്ക് ഈ തിരുനാൾ ദിവസങ്ങളിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഴും ആശീർവദിച്ചരാ കൈകളിൽ നാഗിടുന്നു എങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ യേശു നൈവേദ്യമായി പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു വഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം നന്മയുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരും വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ.
ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായ രാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മനമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ